നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ആണ്ട് ഓഗസ്റ്റ് മാസം 2-ാം തീയതി, 1200 ആണ്ട് കർക്കിടക മാസം 17-ാം തീയതി ശനിയാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ശുഭദിവസമല്ല, ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ പൊതുവേ മന്ദൻ എന്ന് പറയുമ്പോൾ എന്താണ്? പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. ഓരോ കാര്യങ്ങൾക്കും മന്ദതയുണ്ടാവും, കാര്യതടസ്സം വരും, ഡിലേ ഉണ്ടാക്കും. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതിനും വളരെ സൂക്ഷിക്കണം. ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് ഈ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലമാണ്. ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച, കർക്കിടക മാസത്തിലെ വിശാഖ നക്ഷത്രം ശനിയാഴ്ച ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഭയക്കണം. സാമ്പത്തിക നഷ്ടം, കാര്യതടസ്സം, അപകടങ്ങൾ, രോഗാതി ദുരിതങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾക്ക് ഇടവരും. അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന് പരിഹാരം ചെയ്ത് പോവേണ്ടതുണ്ട്. കുറച്ച് ദിവസത്തെ ഒരു ദിവസത്തെ കാര്യമൊക്കെ നിസ്സാര കാര്യം, അത് നമുക്ക് കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പക്ഷേ വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് അത്രയും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകണം. ഈ ദോഷഭാവങ്ങൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പരിഹാരം ചെയ്ത് പോവേണ്ടതുണ്ട്. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതത്തോടു കൂടി പോകണം, സൂര്യഭഗവാനെ തൊഴണം, ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാനിട വരും. കാര്യതടസ്സം മാറി കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇന്ന് ശനിയാഴ്ചയാണ്. ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്രയ്ക്ക് തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 9 മണി മുതൽ 10:30 മണി വരെ എന്നാണ്. പക്ഷേ 9:24 രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. 10:30 മണിക്ക് തീരൂല, 10:58 വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം നമുക്ക് പ്രധാനമായിട്ട് യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. അപ്പോൾ ശുഭയാത്രകൾക്ക് ഈ സമയം എടുക്കരുത്. എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്: യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഈ സമയമാവട്ടെ ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതിൽ ഗുളികകാല സമയം വരുന്നത് 9:24 തൊട്ട് 10:58 വരെ രാഹുകാല സമയം ഉണ്ടെങ്കിൽ, ഗുളികകാല സമയം വരുന്നത് 6:18 തൊട്ട് 7:51 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 2:04 തൊട്ട് 3:37 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുമ്പോൾ ഒരു രക്ഷാ കവചമാണ് ആ സമയത്ത് തീർക്കുക. പ്രപഞ്ചത്തിന് ഒരു കവചം തീർക്കുന്നതാണ് രക്ഷാ കവചമായിട്ട് അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. 12:07 തൊട്ട് 12:55 വരെ 48 മിനിറ്റ് നേരം ഉള്ളതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ചാൽ 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. കറുപ്പ് വസ്ത്രമോ നീല വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം ശനിയുടെ നെഗറ്റീവ് മാറി പോസിറ്റീവ് ആഗിരണം ചെയ്യാൻ വേണ്ടി വസ്ത്രം സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.